എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമാമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പാണ്ഡ്യേശ വംശതിലകം കേരളേ കേളി വിഗ്രഹം എന്ന് തുടങ്ങുന്ന ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ധ്യാന ശ്ലോകം സ്വാമി അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ ആ ധ്യാന ശ്ലോകം ചൊല്ലുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ഭഗവാന്റെ ആ ദിവ്യ രൂപമുണ്ട്. കോടിക്കണക്കിന് ഭക്തർ ദൂരപ്രദേശങ്ങളിൽ നിന്നൊക്കെ സഞ്ചരിച്ച് വ്രതത്തോടുകൂടി ഇരുമുടിയോടുകൂടി വന്ന് തൊഴുന്ന ആ ഭഗവാന്റെ ദിവ്യ സങ്കേതം സാക്ഷാൽ ശബരിമല. അത് സാന്നിധ്യം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് ആധ്യാത്മികമായിട്ടുള്ളൊരു അഭിമാനം ഓരോ സനാതനധർമ്മ വിശ്വാസിക്കും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ശബരിമല നമ്മളുടെ ഒരു വികാരമാണ്. സ്വാമി സദാസമയവും നമ്മുടെ മനസ്സിലും ചിന്തയിലുള്ളൊരു ചൈതന്യമാണ്. അങ്ങനെ വിശേഷപ്പെട്ട ആ ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ശബരിമലയിലെ പ്രതിഷ്ഠാദിന വേളയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇടവമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് 1950 ഉണ്ടായ തീപിടുത്തത്തിന് ശേഷം ഭഗവാന്റെ വിഗ്രഹം അക്കാലത്ത് തന്ത്രിയായിരുന്ന താഴ്മൺ മഠത്തിലെ ശങ്കരർ എന്ന് വിളിക്കപ്പെടുന്ന ആചാര്യൻ പ്രാണപ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ചരിത്രം പറയുന്നത്. ഈ വാർഷിക ആഘോഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വാമിയുടെ ആ ഭാവത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ഈ അധ്യായത്തിലൂടെ നമുക്ക് ശ്രമിക്കാം. ഭൂതനാഥോപാഖ്യാനം പറയുന്നത് പരശുരാമസ്വാമിയാണ് ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ശബരിമലയിൽ. ആത്യന്തികമായിട്ട് ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണ്. പന്തളത്ത് ജനിക്കുന്ന മണികണ്ഠകുമാരൻ അയ്യപ്പൻ ആ ശാസ്താവിൽ വിലയം പ്രാപിച്ചതുകൊണ്ട് ശബരിമല അയ്യപ്പൻ എന്നും അദ്ദേഹത്തെ നമ്മൾ വിളിക്കാറുണ്ട്. ആ ഭഗവാന്റെ വിഗ്രഹം വളരെയധികം വിശേഷപ്പെട്ടതാണ്. ഇന്ന് അയ്യപ്പൻ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് തെളിഞ്ഞു വരുന്ന ആ രൂപം ഭഗവാന്റെ യോഗപട്ടം ധരിച്ചുകൊണ്ടുള്ള ചിന്മുദ്ര കയ്യിൽ ധരിച്ചുകൊണ്ടുള്ള ആ പ്രസന്നമായിട്ടുള്ള ഭാവമാണ്. കിഴക്കോട്ട് ദർശനമായിട്ട് 18 പടികളുടെ മുകളിൽ തത്വമസി എന്ന ഉപനിഷത് വാക്യം വേദവാക്യമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജനകോടികളെ അനുഗ്രഹിച്ചുകൊണ്ട് ശ്രീ ധർമ്മശാസ്താവ് ശബരിമലയിൽ സാന്നിധ്യം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയ പരശുരാമസ്വാമി പന്തളം രാജാവിൻ്റെ ആവശ്യപ്രകാരം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഇന്ന് കാണുന്ന തരത്തിൽ ഭഗവാന്റെ ക്ഷേത്രത്തെ നിർമ്മിച്ചു എന്നുമാണ് സങ്കല്പം. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സ്വാമി അയ്യപ്പൻ്റെ മണികണ്ഠൻ്റെ അവതാരത്തിന് മുമ്പും ശബരിമല ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ അവതാര ഉദ്ദേശമായിട്ട് പോലും അക്കാലത്ത് കൊടിയ തരത്തിൽ ക്രൂരതകൾ ചെയ്തിരുന്ന കൊള്ളയും കൊള്ളിവെപ്പും ചെയ്തിരുന്ന ഉദയനൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാട്ടുകൊള്ളക്കാരൻ്റെ ആക്രമണത്തിൽ തകർന്ന ശബരിമലയെ പുനരുദ്ധരീകരിക്കാനാണ് മണികണ്ഠൻ്റെ അവതാരം ഉണ്ടായത് എന്നുള്ള ഒരു വ്യാഖ്യാനവും നമുക്ക് കാണാൻ സാധിക്കും. എന്തു തന്നെ ആയാലും ശ്രീധർമ്മശാസ്താവിൻ്റെ സാന്നിധ്യം വളരെ പുരാതന കാലം മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശബരിമലയിലെ പ്രതിഷ്ഠാദിന വേളയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, ശബരിമലയിലെ പൂജാവിധാനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആരാധന എങ്ങനെ ആവണം എന്ന് നിശ്ചയിച്ചത് ഭഗവാൻ തന്നെയാണ് സ്വയം. എന്നെ കാണാൻ വരുന്ന ഭക്തർ എങ്ങനെ വരണം, എന്തൊക്കെ രീതികൾ അവർ അനുഷ്ഠിക്കണം, വ്രതത്തിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ക്ഷേത്രം ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതൊക്കെ രൂപകൽപ്പന ചെയ്തത് ആത്യന്തികമായിട്ട് സ്വാമി തന്നെയാണ്, അയ്യപ്പൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ യോഗസമാധി ഭാവത്തിലുള്ള വിഗ്രഹത്തെയാണ് പരശുരാമസ്വാമി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹമാണ്. ആദ്യകാലത്ത് ഭഗവാന്റെ വിഗ്രഹം ഏത് തരത്തിലായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഭൂതനാഥോപാഖ്യാനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ന് നമ്മൾ കാണുന്ന തരത്തിൽ യോഗപട്ടം ധരിച്ച് ചിന്മുദ്ര ധരിച്ചിട്ടുള്ള വിഗ്രഹം തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുപയോഗിച്ചിരുന്ന വസ്തു ഏതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളുണ്ട്. പണ്ഡിതന്മാരുടെയും ആചാര്യശ്രേഷ്ഠന്മാരുടെയും ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന വിലയിരുത്തൽ ആദ്യകാലത്ത് ശബരിമലയുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ഭഗവാന്റെ വിഗ്രഹം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പഴനിയിലൊക്കെ കാണുന്ന നവപാഷാണങ്ങൾ കൊണ്ടുള്ള വിഗ്രഹമാണെന്നാണ് പറയുക. അതുകൊണ്ട് അത് ഔഷധമൂല്യമുള്ളതായതുകൊണ്ട് തന്നെ ആ ഔഷധം സാധാരണക്കാരായിട്ടുള്ള ഭക്തരിലേക്ക് എത്താൻ വേണ്ടി എങ്ങനെയാണോ പഴനിയിൽ പഞ്ചാമൃതം ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മുടെ ആചാര്യന്മാർ ഉപയോഗിച്ച വസ്തുവായിരുന്നു നെയ്യ് എന്ന് പറയുന്ന പവിത്രമായിട്ടുള്ള വസ്തു. ആ നെയ്യഭിഷേകം ആ വിഗ്രഹത്തിലൂടെ നടക്കുന്ന സമയത്ത് ആ വിഗ്രഹത്തിൻ്റെ ഔഷധമൂല്യത്തെ കൂടി സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ഇന്ന് കാണുന്ന വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹമാണ്.
അത് 1950 ശേഷം പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള വിഗ്രഹമാണ്. സ്വർണത്തിൻ്റെ അളവ് കൂട്ടിയിട്ടാണ് ആ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് ആ വിഗ്രഹത്തിൻ്റെ ഭൂരിഭാഗം പണികളും പൂർത്തിയാക്കിയത് ചരിത്രം പറയുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കഥകൾ ആ വിഗ്രഹത്തിന് പുറകിലുണ്ട്. എന്തു തന്നെയായാലും ഭഗവാന്റെ ഈ പ്രതിഷ്ഠാദിന വേളയിൽ നടക്കുന്ന കലശാഭിഷേകങ്ങൾക്ക്, പൂജകൾക്കൊക്കെ തന്നെ സന്നിധാനത്ത് എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. ഇനി പല ആളുകൾക്കും, പല നിയന്ത്രണങ്ങളുള്ള ആളുകൾക്കും അവർക്ക് ഇന്നേ ദിവസം അവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആത്യന്തികമായിട്ട് ഭഗവാൻ ഇരിക്കുന്നത് നമ്മളിൽ തന്നെയാണ് എന്നുള്ള ബോധ്യം ഈ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. സ്വാമി നിൻ്റെ അകത്ത്, അയ്യപ്പൻ എൻ്റെ അകത്ത് എന്ന് പേട്ടയിൽ നമ്മൾ പറയുന്നോ, ആ സമയത്ത് നമുക്കുണ്ടാവണ ആ അദ്വൈത ഭാവം, ഈ തത്വമസി എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ആ വേദവാക്യം, അതുതന്നെയാണ് ഭഗവാന്റെ ഈ പ്രതിഷ്ഠാദിന വേളയിൽ കൂടുതൽ കൂടുതൽ ഉറക്കെ നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങനെയുള്ള ശ്രീധർമ്മശാസ്താവിൻ്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ പ്രതിഷ്ഠാദിന വേളയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും നമുക്കുണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.